സുരേഷ് ഗോപി നല്ല സിനിമ നടനാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാണ്, ഞാനൊരു സിനിമ പ്രേമിയാണ്. ചെറിയ പ്രായം മുതൽ സിനിമ കണ്ടു തുടങ്ങിയ ആളാണ്. മമ്മൂട്ടി, മോഹൻലാലൊക്കെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്തുക്കളാണ് രണ്ടുപേരും. മൂന്നാമത്തെ എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്താണ് സിനിമാ നടനായ സുരേഷ് ഗോപി. നല്ല കഴിവുള്ള നടനാണ്, നല്ല മലയാളത്തിലെ നല്ല പ്രാപ്തനായ നടനാണ്. ഞാൻ അദ്ദേഹത്തെ ഒരു ഹോളിവുഡ് നടനായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏത് പുതിയ സിനിമ വന്നാലും ആദ്യം കാണുന്ന പ്രേക്ഷകരിൽ ഒരാൾ ഞാനാണ്. നാളെയും അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ കാണും. ഏത് പടം ഇറങ്ങിയാലും അദ്ദേഹത്തിന് നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കും. ഒരു നല്ല നടനായി സുരേഷ് ഗോപി മലയാള സിനിമയിൽ ഇനിയും ഉണ്ടാകണം. അതിനുള്ള എല്ലാം പിന്നെ സൗന്ദര്യവും ആകാരരൂപവും അഭിനയ മിടുക്കും കഴിവും പ്രിയപ്പെട്ട സുരേഷ് ഗോപിക്കുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പ്രേക്ഷകനാണ്. എനിക്ക് നല്ല സിനിമാടനായ സുഹൃത്താണ് അദ്ദേഹം. ഞാൻ മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത ആളാണ്. മോഹൻലാലിനെ സ്നേഹതീരത്ത് കൊണ്ടുവന്നിട്ട് മോഹൻലാലിൻ്റെ അമ്മേനെ കൂടി ഞാൻ സ്നേഹതീരത്ത് കൊണ്ടുവന്നാൽ ആദ്യമായിട്ടാണ് മോഹൻലാലിൻ്റെ അമ്മ ഒരു പൊതുവേദിയിൽ വന്നത്. ജീവിതത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ല, വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പോൾ മോഹൻലാൽ എൻ്റെ അടുപ്പല്ലാണ്ട് അമ്മയും പുള്ളിയും കൂടി ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരിടത്ത് വരില്ലല്ലോ. മമ്മൂട്ടി എൻ്റെ എത്രയോ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, എത്രയോ പ്രോഗ്രാം നാട്ടികയിലും കൊടുങ്ങല്ലൂരും ഒക്കെ. ഞാൻ ഏത് പരിപാടികൾ ചെയ്താലും മമ്മൂട്ടി വരും. എൻ്റെ അടുത്ത് എൻ്റെ പുസ്തകം എൻ്റെ ആദ്യത്തെ ഓർമ്മകൾ സ്നേഹത്തിൻ്റെ പുസ്തകം റിലീസ് ചെയ്തത് മമ്മൂട്ടിയാണ്. രണ്ടാമത്തെ പുസ്തകവും മമ്മൂട്ടി തന്നെയാണ് റിലീസ് ചെയ്തത്. എനിക്ക് ഭയങ്കര അടുപ്പാണ് മമ്മൂട്ടി മോഹൻലാലൊക്കെ ആയിട്ട്. സുരേഷ് ഗോപിക്ക് ഞാൻ നാട്ടിക MLA ആയിരിക്കുമ്പോൾ അതേ പരിപാടി കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഒരു നല്ല ചെണ്ട വേണമെന്ന് പറഞ്ഞു. കുട്ടന്മാരെ കൊണ്ട് ഞാൻ എല്ലാം വടിവത്ത എല്ലാം തികഞ്ഞ ചെണ്ട ഞാൻ അദ്ദേഹത്തിന് സമ്മാനമായി കൊടുക്കേണ്ടായി. എനിക്ക് കലാകാരന്മാരെ ബഹുമാനിക്കുന്നതാണ്. കലാകാരനായ സുരേഷ് ഗോപിയെ ഞാൻ സിനിമാ സ്ക്രീൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇനിയും സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളും കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ ഈ നമ്മുടെ NK പ്രേമേന്ദ്രൻ കൊല്ലത്ത് യാത്ര നടത്തിയിരുന്നു, ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ യാത്ര നടത്തിയിരുന്നു, പാലക്കാട് ശ്രീകണ്ഠൻ നടത്തിയിരുന്നു. തൃശ്ശൂരത്തെ പ്രത്യേകത, ഇപ്പോൾ ഈ കൊടും വെയിലത്ത് ഈ യാത്ര നടത്താൻ പ്രത്യേകത, പുത്തമ്പള്ളിക്കും പാലയൂർ പള്ളിക്കും നേരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പാലയൂർ ചർച്ച് എത്രയോ നൂറ്റാണ്ട് AD 500 ചർച്ച, AD 52 AD 52 പാലയൂർ ചർച്ചിന് അവകാശവാദം ഉന്നയിച്ച് വലിയ സാമൂഹിക സംഘർഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ പുത്തമ്പള്ളി എന്തൊരു ഐക്യത്തിൻ്റെ സ്ഥലമാണ്. പുത്തമ്പള്ളിയും നമ്മുടെ വടക്കുന്നാഥൻ്റെ ആ ഗ്രൗണ്ടിൽ നിന്ന് പുത്തമ്പള്ളി നമുക്ക് കാണാം. അപ്പുറം തന്നെയാണ് കൊക്കാല ജുമാ മസ്ജിദും ഉണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് തൃശ്ശൂർ നമുക്കിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞേ, ഇലക്ഷനൊക്കെ വേറെ കാര്യം, തെരഞ്ഞെടുപ്പ് വരും പോകും, ജയിക്കുന്ന കാര്യമൊക്കെ വേറെ. ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസുള്ള ഇലക്ഷനാണ്, 100% കോൺഫിഡൻസുള്ള ഇലക്ഷനാണ്. ഒരു സംശയം വേണ്ട. ഈ ക്ലിപ്പിങ്സൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോളൂ, ഇതെല്ലാം നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോളൂ. ഞങ്ങൾ ഈ ഇരിക്കുന്ന 7 ആളുടെ ക്ലിപ്പിങ്സ് അപ്പോൾ നിങ്ങൾക്ക് കുറേ കഴിഞ്ഞാൽ ഈ ക്ലിപ്പിങ്സ് ഈ പറഞ്ഞാൽ ശരിയാവും. 100% കോൺഫിഡൻസ് ഉള്ളൊരു ഇലക്ഷൻ. ഈ തമ്പ് വെറും ഒരു തമ്പല്ല, ഈ തമ്പ് നിങ്ങൾ എടുത്തു വെച്ചോ. ഇത് 101% കോൺഫിഡൻസ് ഉള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അതിനല്ല ഞങ്ങളുടെ ജാഥ. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അഞ്ജു കാത്തിരിക്കൂ, അഞ്ജുവിന് ഞാൻ ഇതിന് മറുപടി തരും. ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കട്ടെ, തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി AICC പ്രഖ്യാപിക്കട്ടെ. എനിക്ക് കേരളത്തിലെ കാര്യം പറയാൻ വേണ്ടി പറ്റും. പ്രഭാത് 20-20 ചാലക്കുടിയിലെ കനൽത്തിരി ഇത്തവണ, ആലപ്പുഴയിലെ കനൽത്തിരി ഇത്തവണ ഇവിടെ കത്തും. 100%. രാജ്യത്ത് കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യ മുന്നണിയാണ്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ്. ഇന്ത്യ മുന്നണി ഇത്തവണ അതിൻ്റെ ചർച്ചകൾ നടന്നു വരികയാണ്, വളരെ ആക്റ്റീവ്. ഇപ്പോൾ AAPയും കോൺഗ്രസും തമ്മിൽ ഡൽഹിയിൽ ധാരണയിലേക്ക് എത്തുകയാണ്. തമിഴ്നാട്ടിൽ ഈ കോൺഗ്രസും CPM-ഉം CPI-യും DMK-യും കമലഹാസൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഇതുപോലെ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലത്തും ചുവന്ന കൊടിയും മൂവർണ്ണ കൊടിയൊക്കെ ഒരുമിച്ച് കെട്ടും. ശത്രു ദേശീയ തലത്തിൽ ഒന്നേ ഉള്ളൂ, RSSും BJP സംഘപരിവാറാണ്. ഇവിടെ നമ്മൾ ശത്രുക്കളാണ്. കേരളത്തിലെ രാഷ്ട്രീയമായ മത്സരം LDF UDF തമ്മിലാണെന്നുള്ള കാര്യം തർക്കം വേണ്ടല്ലോ.
കേരളത്തിലെ തൃശ്ശൂരിലെയും രാഷ്ട്രീയമായ മത്സരം കേരളത്തിന് മാത്രമായി തൃശ്ശൂർ വേറെ ഉണ്ടോ? പക്ഷേ ഞങ്ങളുടെ ദേശീയമായ ശത്രു BJP RSS, ആ ദേശീയ ശത്രുവായ BJP RSSും അവരുടെ കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും RSSൻ്റെ ദേശീയ നേതൃത്വവും നേരിട്ട് തൃശ്ശൂരിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇലക്ഷൻ നിയന്ത്രിക്കുന്നത് BJP അല്ല, ഇവിടുത്തെ BJP അല്ല, അവരാ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപ്പും ഈ അരിയും ഇവിടെ വേവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് നല്ല ജനാധിപത്യ മതേതര പുരോഗമന മനസ്സുള്ളവരെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. കാലം അത് ബോധ്യപ്പെടുത്തും.